ഹായ് ഗൈസ്, ഷാഹി കബീർ പടങ്ങൾ, അത് തിരക്കഥ ചെയ്ത പടങ്ങൾ, ജോസഫ് ആയാലും ഓഫീസർ ഓൺ ഡ്യൂട്ടി, നായാട്ട്, ഇപ്പൊ ഇതാ ലേറ്റസ്റ്റ് ആയിട്ട് റോന്ത് എന്നുള്ള പടം, ഇതൊക്കെ ഷാഹി കബീർ തിരക്കഥ എഴുതിയ പടങ്ങളാണ്. ഈ റോന്ത് ഷാഹി കബീർ തന്നെയാണ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലവീഴ പൂഞ്ചറ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഷാഹി കബീർ തന്നെയാണ്. ഡയറക്ഷൻ കിട്ടില്ലാണ്. ലവീഴ പൂഞ്ചറ എന്നുള്ള സിനിമയെ തന്നെ തെളിയിച്ചിട്ടുണ്ട്. വേറെ ലെവൽ ഡയറക്ടറാണ്. റോന്തിലെത്തുമ്പോൾ അത് ഒരു പടിയും കൂടെ മുകളിലാണ്. കാരണം പുള്ളിക്കാരൻ തന്നെ തിരക്കഥ എഴുതിയോണ്ട് തന്നെ ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ തിരക്കഥയുടെ, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദിലീഷ് പോത്തനും റോഷൻ മാത്യു അത് പടം മൊത്തമായിട്ടുള്ള രണ്ടാണ് പോലീസുകാരായിട്ട് തന്നെയാണ്. പോലീസുകാരുടെ നൈറ്റ് ലൈഫ് പെട്രോളിങ്ങിനെ പറ്റിയിട്ടാണ് ഈ സിനിമ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇന്റർവെല്ലിന് മുന്നേ 2 ഹെവി ആയ സീനുകളുണ്ട്. റോഷൻ ഞെട്ടുന്ന സീനുണ്ട്. ഒരു വല്ലാത്തൊരു പാസ്റ്റ് ഇങ്ങനെ ഓർത്തിട്ട് ഒരു സിറ്റുവേഷനിൽ എത്തുമ്പം ഞെട്ടിപ്പോകുന്ന ഒരു സീനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്റർവെൽ പഞ്ച് സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഹെവി ആക്കിയിട്ടുണ്ട്. അവിടേക്ക് ഡയറക്ഷൻ പീക്കാണ്. നമുക്ക് ആ ഒരു ഞെട്ടലും ആ ഒരു പേടി എല്ലാം കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല ഹൊറർ പടങ്ങൾ എടുക്കാനുള്ള ഒരു കാലിബർ ഈ ഡയറക്ടർക്ക് ഉണ്ട്. ഓരോ ക്യാരക്ടറിനും ജസ്റ്റ് ബേസിക് ആയി അല്ലെങ്കിൽ നമുക്ക് കാണുന്ന ഒരു ക്യാരക്ടറൈസേഷന് ഉപരി ഓരോ മനുഷ്യന്റെ ഓരോ ക്യാരക്ടറിന് ഇന്നർ പെർസ്പെക്റ്റീവിൽ മെന്റൽ സ്റ്റേറ്റിലോട്ട് കടന്നു ചെന്ന് തിരക്കഥ എഴുതുന്ന ഒരു തിരക്കഥാർത്ഥാണ്. ഇതില് ദിലീഷ് പോത്തിന്റെ ക്യാരക്ടറിലും അപാര ഡെപ്താണ്. അതുപോലെ തന്നെ റോഷന്റെ ക്യാരക്ടറിന് ആ ഒരു സ്റ്റൈലിന്റെ പീക്നെസ് ജോസഫ് എന്നുള്ള സിനിമയിൽ ജോസഫിന്റെ ഒരു ക്യാരക്ടർ നമുക്ക് കാണിച്ചു തരുന്നതും അയാൾ കടന്നു പോകുന്നതെല്ലാം നമ്മൾ കടന്നതുപോലെ ഫീൽ ചെയ്യിപ്പിക്കും തിരക്കഥാകൃത്താണ് ഷാഹി കബീർ. അത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള പടത്തിലുണ്ട്. അങ്ങനെ മനുഷ്യന്റെ ഫീലിങ്സിനെ നമ്മളെ ഫീലിങ്സ് ആക്കാനുള്ള ഒരു ഹൈ കപ്പാസിറ്റി ഉള്ള ഒരു എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ സംവിധാനത്തുമ്പോഴും കിടിലാണ്. അത് നമുക്ക് ഇലവീഴ പൂഞ്ചറ ആയാലും അല്ലെങ്കിൽ ഈ സിനിമയായാലും അത് തെളിയിച്ചു കഴിഞ്ഞു. ഉറപ്പായിട്ടും എന്തോ ഒരു പോലീസ് കണക്ഷൻ ഷാഹി കബീറിനുണ്ട്. ഒന്നിക്കല് പോലീസുകാരൻ ആ ലൈഫായിട്ട് പുള്ളിക്കാരൻ ജീവിച്ചിട്ടുണ്ടോ, ഇനി അയാളുടെ പാരന്റ്സ് ജീവിച്ചിട്ടുണ്ടോ, കുടുംബത്തിൽ ആരോ ഉണ്ട്. അല്ലാണ്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോലീസ് ലൈഫിനെ കുറിച്ച് എഴുതാൻ പറ്റില്ല. ദിലീഷ് പോത്തൻ പറയുന്നുണ്ട് ഒരു ഡയലോഗ്, നീയൊക്കെ പോലീസ് ആയിട്ടേ പോലീസിങ് എന്താണ് പഠിച്ചിട്ടില്ല. ശരിക്കും പോലീസുകാരെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരിങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഓ പോലീസുകാരല്ലേ ഭയങ്കര പവറാണ്, എല്ലാം ചെയ്യാം, എന്തും ചെയ്യാം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവരുടെ ഉള്ളില് അവരുടെ സുപ്പീരിയർ വിചാരിച്ചാല് ഇവരിപ്പോ പോലീസാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവരൊരു ജൂനിയർ ആണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഏറ്റുവാങ്ങുന്ന ബുദ്ധിമുട്ടുകൾ അവർക്കും സംഭവിക്കും. കാരണം പോലീസിംഗ് എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പ്രഷറിൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതൊക്കെ ക്ലിയർ ആയിട്ട് സിനിമയെ കാണിച്ചിട്ടുണ്ട്. ആ നായാട്ടത്തിന്റെ സിനിമയിലൊക്കെ നന്നായി കാണിച്ചിട്ടുണ്ട്. പോലീസുകാരുടെ ലൈഫ് സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു സിനിമയിൽ എത്തുമ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. റോഷന്റെയും ദിലീഷ് പോത്തന്റെ ഒരു ദിവസത്തെ രാത്രി പെട്രോളിംഗ് ആണ് ഈ പടം. അത് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓരോരോ സംഭവങ്ങൾ വരുന്നതും ആ ഓരോരോ സംഭവങ്ങളെ രണ്ടാളും എങ്ങനെ ഡീൽ ചെയ്യുന്നു. അങ്ങനെ ഒരു പോയിന്റ് എനിക്കൊരു ആക്ഷൻ ഹീറോ ബിജു സ്റ്റൈലായി പോയി തോന്നി. എന്ന് വെച്ചാൽ കാര്യങ്ങൾ സംഭവിക്കുന്നു, ഓരോന്നും ഡീൽ ചെയ്ത് വിടുന്നു. അതിന്റെ ഇടയിൽ ഇവർ തമ്മിലുള്ള സംഘർഷങ്ങളും സീനിയർ ജൂനിയർ എന്നുള്ള ആ ഒരു സംഭവം ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്നു. അത് ഇവരുടെ ഫാമിലി ലൈഫ് പേഴ്സണൽ ലൈഫായി കണക്ട് ചെയ്തതും അതെല്ലാം കാണിച്ചത് അടിപൊളിയായി. ഒരുപാട് സിനിമകൾ തരാൻ കഴിവുള്ള ഒരു റൈറ്റർ കം ഡയറക്ടറാണ് ഷാഹി കബീർ. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ഷോട്ട് കിട്ടില്ല. മനീഷ് മാധവനാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. നൈറ്റ് ലൈഫ് സീനും ഷോട്ടും ഒരു പൊളിഞ്ഞു വീഴുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോകുന്ന സീനും കാടിന്റെ ഉള്ളിൽ പോകുന്ന സീനും കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല, അത്ര അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അനിൽ ജോൺസന്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ ലെവൽ, ടോപ്പ് നോച്ച്. നമ്മൾ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന പറഞ്ഞ ഓരോ സീനിനും മ്യൂസിക് ഹൈ ആണ്. അത് പറഞ്ഞാൽ കിട്ടില്ലാണത്. ഭയങ്കര ഒരു ക്യാരക്ടർ ആർക്കുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു യോഹന്നാൻ. അപ്പൊ അതിന്റെ എല്ലാ ഷെയ്ഡ്സും നന്നായിട്ട് ദിലീഷ് പോത്തൻ അതിൽ കൊണ്ടുവന്നു. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ. കൊളീഗായിട്ടുള്ള റിലേഷൻ, പുള്ളിക്കാരന്റെ പോലീസ് ലൈഫ്, പുള്ളി ഫാമിലി ലൈഫ്, സലോമി വൈഫുമായിട്ടുള്ള റിലേഷൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അഭിനയിക്കാനുണ്ടായിരുന്നു. തകർത്താടിയിട്ടുണ്ട്. എനിക്ക് എല്ലാ പോയിന്റുകളിലും ദിലീഷ് പോത്തൻ ഗംഭീരമായി തോന്നിയിട്ടുണ്ട്. എക്സെപ്റ്റ് ഈ ഫാമിലി സീനുകളിൽ വരുന്ന ഇമോഷൻസ്, ആ സീനുകളിൽ എനിക്ക് അത്രയും ഒരു അടിപൊളിയായി തോന്നിയില്ല. ബാക്കി എല്ലാ സീനുകളിലും പീക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ആയിട്ട് വരുന്ന റോഷൻ കിഡിലാക്കിയിട്ടുണ്ട്. നല്ല അഭിനയിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ട്, എല്ലാം കിടുക്കിയിട്ടുണ്ട്. പിന്നെ സലോമി എന്നുള്ള ക്യാരക്ടർ വന്നിരിക്കുന്നത് ദിലീഷ് പോത്തന്റെ വൈഫായിട്ട് വന്നിരിക്കുന്നത് RJ മിഥുന്റെ വൈഫ് ലക്ഷ്മിയാണ്, യൂട്യൂബറായ ലക്ഷ്മിയാണ്. കിഡിലാക്കിയിട്ടുണ്ട് കുറച്ച് സീനുകളിൽ. പക്ഷെ ഇമ്പോർട്ടന്റ് ആയ റോളാണ്, നന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നു. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ടവർ റോഷനും ദിലീഷ് പോത്തനുമാണ്. അപ്പൊ ഇത് കിഡിലും പടം ഭയങ്കര ഒരു പടം കഴിഞ്ഞാൽ എൻ്റെ ഹാങ് മാറില്ല. അപ്പൊ എനിക്ക് എന്തായാലും പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ പടം കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് പടം? ദിലീഷ് പോത്തൻ എങ്ങനെയുണ്ട്? റോഷൻ മാത്യു എങ്ങനെയുണ്ട്? എല്ലാം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി
ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ ആയി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.